മൗനരാഗം സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കല്യാണി കിരണും കൂടി നിൽക്കുക. അപ്പോൾ കല്യാണി പറയുക, ഒരിക്കലും സരീവിനെ ഒരു കൊലയാളിയാക്കരുത്. അവളുടെ കയ്യിൽ പൈസയുണ്ട്. ഐസിയുവിൻ്റെ അകത്തേക്ക് ആര് കയറി ചെന്നാലും നല്ല ശ്രദ്ധ വേണമെന്ന് പറയണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, അവന് വളരെ സീരിയസ് ആണ് എന്ന് വെച്ച് ആളുകൾ തട്ടിക്കൊണ്ട് പോകത്തില്ല. പിന്നെ അവനൊരു പേടിയുണ്ട് മരിച്ചു പോകുമെന്ന്. അതിനു മുമ്പ് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കല്യാണി പറയുക, ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളുടെ ആവശ്യമാണ്. നമ്മൾ എന്താ കിരണേട്ടാ ചെയ്യുക? കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചാലോ? അപ്പോൾ കിരൺ പറയുക, എങ്കിലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ ഇനി കൂടുതൽ പരിഗണന കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഒരു സാഹസം കാണിച്ചാലോ എന്ന് പറയും. അപ്പോൾ കല്യാണിയും പറയാം, അത് വേണമെന്നാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഗംഗപ്രസാദിനെ പോലെ ഒരാളെ കൊന്നിട്ട് പോയി കിടക്കുന്നവനൊന്നും അല്ല ജയിലിൽ. അപ്പോൾ അവൻ ആരെയും ഇതുവരെയും കൊന്നിട്ടില്ല. അവൻ്റെ പശ്ചാത്തലമാണ് അവനിങ്ങനെ ആക്കിയെന്ന് അവൻ കോടതിയിൽ പറഞ്ഞതല്ലേ. ആരോരുമില്ലാതെ ജനിച്ചത്, അച്ഛനും അമ്മയും ആരെന്ന് അറിയില്ല, മറ്റു ബന്ധുക്കൾ ആരുമില്ല. അങ്ങനെയുള്ളൊരു കുട്ടി ഒരാൾ വളർന്നു വരുമ്പോൾ ഉറപ്പായിട്ടും മോശമായ ഒരു അന്തരീക്ഷത്തിലല്ലേ വളർന്നു വരുന്നേ. അപ്പോൾ അവൻ്റെ സാഹചര്യമാണ് അവനിങ്ങനെ ആക്കിയെന്നാണ് കല്യാണി പറയുന്നത്. കിരൺ പറയുക, സംഗതിയൊക്കെ ശരി തന്നെയാണ് കല്യാണി. സരയു എത്രത്തോളം അവനെ വിശ്വസിച്ചിരുന്നുവോ നേരിട്ട് കണ്ടവരാണ് നമ്മൾ. അവനൊപ്പം ഏറ്റവും കൂടുതൽ കാലം വിശ്വസിച്ച് ജീവിച്ച ഭാര്യയാണ് സരയു. അവൻ കാരണം മനോനില തെറ്റിയ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നവളുമാണ് സരയു. താൻ അമ്മയെന്ന് വിളിച്ച അമ്മ പോലും സ്വന്തം അമ്മയല്ലെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഷോക്കും കൂടി അവൾക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൺമണി മോളെ എങ്ങാനും കൊണ്ടുപോയി കാണിച്ചത് അവൾ അറിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. കല്യാണി പറയാം, അതിനെ അവളെ അറിയിച്ചു കൊണ്ടല്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അത് ഹോസ്പിറ്റൽ ഐസിയുവിൻ്റെ മുന്നിൽ പോലീസുകാർക്ക് അവൾ നിൽപ്പുണ്ടെന്ന് അവളെ ധരിപ്പിക്കണം. നമ്മളെപ്പോലും അകത്തേക്ക് വിടില്ല എന്നൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അവൾക്ക് അവിടേക്ക് വരാനും സാധിക്കില്ല. അപ്പോൾ കിരൺ പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്. ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്തായാലും അവളുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും തിരിച്ചു വിട്ടതിന് ശേഷം നമുക്ക് കൺമണി മോളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെ കാണിക്കാമെന്നൊക്കെ കിരണും പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് സരയു ഓഫീസിൽ. അപ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെ വരച്ചത് കാണിക്കുക. അപ്പോൾ അതെല്ലാം കിരൺ നോക്കി ഫയലിൽ തന്നെ അടച്ചങ്ങ് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവള് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കിരൺ വിളിക്കുക, സരയു. അപ്പോഴാണ്, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് ഞെട്ടുന്നത്. എന്നിട്ട് പറയടാ, എൻ്റെ മനസ്സ് ഇവിടെയെങ്കിലും അല്ല, എൻ്റെ മനസ്സ് അവിടെയാണ്, പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ്റെ അടുത്താണെന്ന് പറയുകയാണ്. പിന്നെ അപ്പോൾ കിരൺ പറയാണ്, അല്ല വല്ലതും നടക്കുമോ എന്ന് അവൾ ചോദിക്കുകയാണ് കേട്ടോ കിരണിനോട്. അപ്പോൾ കിരൺ പറയും, അത് പ്രയാസമാണ്. സരയു പറയും, ഇങ്ങനൊരു മറുപടി ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല കിരൺ. കാരണം നീ എപ്പോഴെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരുത്തൻ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം അവൻ്റെ കണ്ണ് വെട്ടിച്ച് പുറത്ത് ചാടിയത് കൊണ്ട് ഇവനും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു ഭയം കൊണ്ട് ഒരിക്കലും അങ്ങനെ ജയിൽ സൂപ്രണ്ടുമാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഒക്കെ ഇവന് കാവൽ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് കിരൺ പറയുകയാണ്. അപ്പം ഗംഗപ്രസാദ് ചാടിപ്പോയതിൻ്റെ ഒരു ശ്രദ്ധ ഇവൻ്റെ കാര്യത്തിന് കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്, നമ്മുടെ മനോഹറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സരയു പറയാണ്, അവൻ പുറത്ത് കിടക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇപ്പോൾ അവൻ പുറത്താണ്. കിരൺ, ആയിക്കോട്ടെ, അവൻ ഇപ്പോൾ പരോളിലല്ല ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്തേക്ക് എത്താൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാഹചര്യവുമില്ല. സരയു അവൻ ജീവിക്കുകയോ മരിക്കുകയോ പോലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. ചിലപ്പോൾ മരിച്ചൊന്നും വരാം. അവൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നും കിരൺ പറയുവാണേ. അപ്പോൾ സരയു പറയാം, അങ്ങനെ കിടക്കുന്നവനെ ഇനി പഴയ അവസ്ഥയിലേക്ക് ശ്രമിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കരുത്. പിന്നെ ഗംഗയെ നീ കൊലപ്പെടുത്തിയില്ലേ, അതുപോലെ നിനക്ക് എങ്ങനെയെങ്കിലും ഈ നീ ഗംഗപ്രസാദിനെ കൊലപ്പെടുത്തിയില്ല, അതുപോലെ എങ്ങനെയെങ്കിലും കിരണെ നീ മനോഹറിനെ കൂടി ഇല്ലാതാക്കി താന്ന് പറയുവാണേ. അപ്പോൾ കിരൺ പറയുക, ഒരിക്കലും ഗംഗപ്രസാദിനെ അല്ല മനോഹർ, അത് നീ മനസ്സിലാക്കുന്ന പറയുന്നത്. സരയു പറയും, മിണ്ടരുത്, അതാ നിൻ്റെ മനസ്സിലിരുപ്പെന്ന് ഇപ്പം എനിക്ക് പിടികിട്ടി. നീയും കല്യാണിയുമൊക്കെ അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാമെന്ന് പറയാം. അപ്പോൾ കിരൺ പറയുക, സരയു ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. സരയു ചോദിക്കുക, പിന്നെ എന്താ നീ പറഞ്ഞത്? അവനും ഞാനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവൻ ഉയർത്തിക്കാണിച്ച പലതവണ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്, നീയുമായിട്ട് പലപ്പോഴും വഴക്കിട്ടിട്ടുണ്ട്. നിൻ്റെയൊക്കെ മുമ്പിൽ അവൻ വലിയവനാണെന്ന് ഞാൻ എപ്പോഴും കാണിച്ച് പൊങ്ങച്ചത്തലെ സംസാരിച്ചിട്ടൊക്കെ ഉള്ളൂ. പിന്നെ നീയും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ജയിലിലാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. അത്
എനിക്ക് സമനില നഷ്ടപ്പെടുത്തുന്നതായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇവൻ ICUവിൽ കിടക്കുന്ന ഇവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനുശേഷം എനിക്ക് അഹങ്കാരമായിരുന്നു, ലോകം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു. എന്തുമാത്രം ഞാൻ അവനെ സ്നേഹിച്ചു എന്ന് നിനക്കറിയാവോ? കല്യാണി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള അവൻ എൻ്റെ ചങ്ക് കീറി മുറിച്ചിട്ട് പോയത്. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു വേദന ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ സരയു പറയാണ് കേട്ടോ. സരയു പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? എന്നെ പോലെയല്ല, എന്നെ മാത്രമല്ല, ഇവൻ ഗംഗപ്രസാദ് ഓരോരുത്തരുടെ പിന്നാലെ നടന്നിട്ട് അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് പോലെയാണ് മനോഹർ ഓരോ പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് അവരുടെ ജീവിതങ്ങളൊക്കെ നശിപ്പിച്ചത്. പാവപ്പെട്ട പെൺകുട്ടികളായിരുന്നു പലരും. അപ്പോൾ അവരുടെ ലൈഫൊക്കെ ഇങ്ങനെ ആയതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ ജീവിതത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെയാണ് കൊല ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടാകുന്നല്ലോ ഗംഗപ്രസാദിന്. അതുപോലെയാണ് ഇവനെന്ന് സരയു പറയുവാണ്. എന്നിട്ട് അവൾ പറയുവാണേ, അതെ എടാ, കല്യാണി നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് മാത്രം നീ വെറുത്തൊരു പെൺകുട്ടിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, നിനക്കും അതറിയാം. നീ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. കാരണം എനിക്കതൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു. അത്രയ്ക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു എനിക്ക് നിന്നോട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ വന്നിരുന്നതെന്ന് പറയുകയാണ്. എനിക്ക് വേണ്ടി നിനക്ക് ഒരു ചെറിയ കാര്യം ചെയ്തു തന്നൂടെ കിരണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ കിരൺ കാരണം എന്താണെന്ന് വെച്ചാൽ കിരണിന് അറിയാം അവൻ പാവണം, അവനെ സരി നീ കൊല്ലണ്ട, അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നാൽ മതിയെന്ന് സരയു പറയുകയാണ്. അപ്പോൾ കിരൺ പറയും, ഞാൻ അതിന് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കിടന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലടി പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയുണ്ട് അവിടെ. കാരണം എല്ലാവരും അവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ICUവിനകത്ത് ഡോക്ടർമാരും പിന്നെ നേഴ്സുമാരും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് വെച്ച് നമുക്കൊരു അറ്റാക്കിന് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, ഇവൻ ഇനി തിരിച്ച് വീട്ടിലോട്ടോ, അത് നടക്കുന്ന കേസല്ല, ഇവൻ്റെ ഡെഡ് ബോഡി പോയാൽ മതി എന്നാണ് സരയുവിൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ നേരെ കിരൺ പറയുവാണ്, ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. എൻ്റെ മനസ്സ് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കിരൺ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ നേരെ അങ്ങ് ചെറിയൊരു വിഷമവും ദുഃഖമൊക്കെ കിരണിൻ്റെ ഉണ്ടെങ്കിൽ അവൻ നേരെ ക്യാബിന് പുറത്തേക്ക് പോയാൽ. അപ്പോൾ സരയുന് എന്തായാലും നമ്മുടെ കിരണിനെ കൊല്ലണമെന്ന് കിരണിനെ അല്ല മനോഹറിനെ കൊല്ലണമെന്ന് അധികം ആഗ്രഹമാണ്. മനോഹറിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്ത് നിൽക്കുന്ന കേട്ടോ കിരൺ. അത് സരയു അറിഞ്ഞുള്ള അവസ്ഥ പോലീസുകാർക്കായാലും ഹോസ്പിറ്റലുകാർക്കായാലും ഒക്കെ അവരോടൊക്കെ പ്രത്യേകം എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂടുതൽ വീഡിയോസുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.